ഹായ് എവരിവൺ. ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഇ വേ ബില്ല് രജിസ്ട്രേഷൻസ് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് GST ലോഗിൻ ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിരുന്നു. എന്നാൽ ഈ പറയുന്ന GST ലോഗിൻ ചെയ്യുന്ന സെയിം യൂസർ നെയിമും പാസ്വേഡും അല്ല നമുക്ക് ഇ വേ ബില്ല് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ GST നമ്പർ അനുസരിച്ചിട്ട് നമ്മളുടെ ബിസിനസിന്റെ GST നമ്പർ ഉപയോഗിച്ചിട്ടാണ് ഇ വേ ബില്ലിന് രജിസ്ട്രേഷൻ ചെയ്യുന്നത്. കാരണം റെഗുലർ ആയിട്ടുള്ള GST രജിസ്ട്രേഷൻ തൊട്ട് എല്ലാവർക്കും എന്ത് ചെയ്യേണ്ടതില്ല, ഇ വേ ബില്ല് എടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യക്കാർക്ക് മാത്രമേയാണ് നമുക്ക് ഈ പറയുന്ന ഇ വേ ബില്ല് രജിസ്ട്രേഷൻ എടുക്കേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് രണ്ട് രീതിയിലായിട്ട് തന്നെയാണ് നമ്മൾ ഗവൺമെന്റ് മാനേജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഓൾമോസ്റ്റ് ചോദിച്ച ലിങ്ക്ഡ് ആണ്. പക്ഷെ ഈ GST സൈറ്റിലേക്ക് കയറുന്ന സെയിം ലോഗിൻ ID വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇ വേ ബില്ലിലേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഇ വേ ബില്ല് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് eWayBillGST.gov.in എന്നാണ് സൈറ്റിന്റെ ലിങ്ക് വരുന്നത്. അപ്പോൾ ഈ സൈറ്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് ഓൾറെഡി നമ്മൾ GST രജിസ്ട്രേഷൻസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇ വേ ബില്ലിന്റെ യൂസർ നെയിമും പാസ്വേഡും കിട്ടും. ആ പാസ്വേഡ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ലോഗിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മളുടെ പോർട്ടലിലേക്ക് പോകും. ഓക്കെ, നമ്മുടെ GST രജിസ്ട്രേഷൻസ് ആക്റ്റീവ് ചെയ്തിട്ടുള്ള ഇ വേ ബില്ല്, നമ്മൾ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഇ വേ ബില്ല് എടുക്കുന്ന മെയിൻ പോർട്ടലിലേക്ക് പോകും. എന്നാൽ നമ്മളിപ്പോൾ GST രജിസ്ട്രേഷൻസ് ഉണ്ട് നമുക്ക്, പക്ഷേ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ഇ വേ ബില്ല് രജിസ്ട്രേഷൻസ് എടുത്തിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഹോം പേജിൽ തന്നെ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 4 ഓപ്ഷൻസ് കാണാം. ഒന്ന് ഇ വേ ബിൽ രജിസ്ട്രേഷൻ, അതായത് GST രജിസ്ട്രേഷൻസ് എടുത്തിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇ വേ ബിൽ രജിസ്ട്രേഷൻ ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നത്. എൻറോൾമെന്റ് ട്രാൻസ്പോർട്ടേഴ്സ്, അതായത് നമ്മളിപ്പോൾ ഓൾറെഡി കൊറിയർ ഏജൻസി ടീമിനെയും അല്ലെങ്കിൽ ഇ വേ ബില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഏജൻസിയെ ഏൽപ്പിക്കും. ഓക്കെ, ഒരു ട്രാൻസ്പോർട്ട് ഏജൻസി, അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ അൺരജിസ്റ്റേർഡ് പാർട്ടി ആയ ഒരാൾക്ക് ഇ വേ ബില്ല് ആവശ്യമായി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് ഒരു സാധനം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇ വേ ബില്ല് വേണ്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് GST രജിസ്ട്രേഷൻസ് ഉണ്ട്. ആ GST നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ഇ വേ ബിൽ രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, നമുക്കൊരു യൂസർ നെയിം പാസ്വേഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇ വേ ബിൽ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലത്തെ ഒരു ഇന്റർഫേസ് വരും. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ, നമ്മുടെ ബിസിനസിന്റെ GST നമ്പർ എന്ത് ചെയ്യുക, ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. എൻ്റർ ചെയ്ത് താഴെയുള്ള ക്യാപ്ഷൻ കൂടി എൻ്റർ ചെയ്തതിന് ശേഷം ഗോ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഗോ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഈ ഗോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ GST നമ്പർ പേരിലുള്ള ആളുടെ, ആപ്ലിക്കൻസിന്റെ പേരും ട്രേഡ് നെയിമും അവരുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാവരും ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യും. അപ്പോൾ ഇതിൽ താഴെ മെയിൽ ID, മൊബൈൽ നമ്പറും നമുക്ക് ഇവിടെ ഷോ ചെയ്യുന്നതായിരിക്കും. ഈ മെയിൽ ID നമുക്ക് ഇവിടെ ആൾട്ടർ ചെയ്യാൻ കഴിയില്ല. നേരെ GST പോർട്ടലിൽ പോയിട്ട് നമുക്ക് അവിടെ മാത്രമേ നമുക്ക് ഈ മെയിൽ ID, മൊബൈൽ നമ്പറും ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതിന് ശേഷം ഇത് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, മൊബൈലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് വന്നിരിക്കുന്ന OTP നമ്മൾ എൻ്റർ ചെയ്തു. വെരിഫൈ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ OTP വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് പറയുന്ന ഓപ്ഷൻസ് വന്നു. ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ഇ വേ ബില്ല് പോർട്ട്, അതായത് നമ്മുടെ GST നമ്പർ ഉപയോഗിച്ചിട്ട് ഇ വേ ബില്ല് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂസർ നെയിമും പാസ്വേഡും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഞാനപ്പോൾ
ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ. പാസ്വേഡും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് യൂസർ നെയിമും സെറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഓപ്ഷൻസ് വരും. ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് ലോഗിൻ ഐ ഡിയിലേക്ക് പോകുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് വന്നിരിക്കുന്ന യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. വന്ന ക്യാപ്ചയും കൂടിയും എൻ്റർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ലോഗിൻ ചെയ്യുന്നു.